കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടുപോയ സംഗതി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന സമയത്ത് പാരൻറ്റിൻ്റെ മനസ്സിൽ ഫുൾ A+ ഉറപ്പായിരുന്നു. പക്ഷെ കുട്ടിക്ക് റിസൾട്ട് വന്നപ്പോൾ 8A+. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടു. കാര്യം ഫുൾ A+ന് വേണ്ടിയിട്ട് എന്താ പറയുക, ഓൾറെഡി ട്യൂഷനിൽ നല്ല ഫീസ് കൊടുത്തിട്ടാണ് ആ കുട്ടിയെ പഠിപ്പിച്ചെടുത്തത്. പിന്നെ മാത്സിൽ ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇൻഡിവിജ്വലി പെർ ഹവർ നല്ല റേറ്റിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ടീച്ചറിനെ സെറ്റാക്കി കൊടുക്കുകയും ചെയ്തു. അവസാനം നൈറ്റ് സമയത്തൊക്കെ പിന്നെ എന്താ പറയുക, ഉപ്പ നാട്ടിൽ ഇല്ലാതിരുന്നിട്ടും കസിൻസിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് അതുപോലെ ഓട്ടോയിലൊക്കെ കയറ്റി നല്ല ചെലവുകളോട് കൂടിയായിരുന്നു ആ കുട്ടിയെ ആ ഉമ്മ നോക്കിയിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫുൾ A+ പ്രതീക്ഷിച്ചിരുന്ന രക്ഷിതാവ് മാത്രമല്ല, സ്കൂളിൽ ഓൾറെഡി നല്ല ടോപ്പേഴ്സ് ലിസ്റ്റിലും A+ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാ. നമുക്കറിയാം A+ ബാച്ചിലുള്ളവർക്ക് മാത്രമായിരിക്കില്ല ഫുൾ A+ കിട്ടുക. അതുപോലെ A+ ബാച്ചിലുള്ള എല്ലാവർക്കും ഫുൾ A+ കിട്ടാറുമില്ല. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള നോർമൽ കഥകളാണ്. അപ്പോൾ ഈ രക്ഷിതാവ് ഫുൾ A+ വിചാരിച്ചു. നോക്കുന്ന സമയത്ത് കുട്ടിക്ക് 8A+. ആ കുട്ടിയെ കിട്ടിയ 8A+ന് എന്താ പറയുക, നല്ല വാക്കുകൾ പറയേണ്ടതിന് പകരം, ആ കുട്ടിയോട് കൺഗ്രാജുലേഷൻ വിജയാശംസകൾ പറയേണ്ടതിന് പകരം ആ ഉമ്മ ആദ്യം കരഞ്ഞു. ഞാനിനി എങ്ങനെ അയൽവാസികളുടെ മുഖത്ത് നോക്കും? അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ കസിൻ ഉണ്ടായിരുന്നു. അത്ര എന്താ പറയുക, അത്ര ഡിസ്റ്റൻസ് കുറഞ്ഞ ഒരു കസിൻ അല്ല, പക്ഷെ ഒരു ലോങ് ആയിട്ടുള്ളൊരു കസിനാണ്. പക്ഷേ ആ കുട്ടിക്ക് ഫുൾ A+ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ കൂട്ടത്തിൽ CBSE ഉള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ കുട്ടിക്ക് 97% ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിൽ അന്ന് 10th റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ 3 കുട്ടികളിൽ ഈ കുട്ടിക്കാണ് ഏറ്റവും കുറവ്. പോരാത്തതിന് നെയ്ബേഴ്സിന് നല്ല മാർക്കുണ്ട്. തീരെ 5A+ന് ചുവടെ മാത്രം വിചാരിച്ചിരുന്ന ഒരു കുട്ടിക്ക് 7A+ കിട്ടുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ആ ഉമ്മ എന്താ പറയുക, പരാജയപ്പെട്ട പോലെ ആ ഉമ്മ ഇരുന്ന് കരഞ്ഞു. ഉമ്മാൻ്റെ കരച്ചിൽ കണ്ടിട്ട് കുട്ടിയും കരഞ്ഞു. കുട്ടി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ഉമ്മക്ക് ബോധം പോകുന്നതിന് തൊട്ട് മുന്നേ കുട്ടിക്ക് ബോധം പോയി. അങ്ങനെ ഇവിടെയുള്ള കിംസ് ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുകയും റെഡിയാക്കി കൊണ്ടുവന്ന് സമാധാനിപ്പിച്ചു. പക്ഷേ ആ ഉമ്മക്ക് പറ്റിയ മിസ്റ്റേക്ക് ഒരിക്കലും ഈ വീഡിയോ കാണുന്ന രക്ഷിതാവിന് വരരുത്. കാര്യം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിക്കുന്നിടത്താണ് ജീവിതം ആരംഭിക്കുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഞാനിപ്പോൾ ഒരു സത്യമായിട്ടൊരു കാര്യം പറയാലോ, AC ഇല്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ തൊട്ട അയൽവാസി ഒരു റൂമിൽ പോലും AC ഇല്ല, ഓടിട്ട വീടാണ്, അത്രമേൽ ചൂടുണ്ട്. എന്നിട്ടും ചിരിച്ചുകൊണ്ട് ജീവിക്കുകയും നല്ല രീതിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ചെയ്യാൻ ആ വീട്ടുകാർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. 10A+ വിചാരിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റ് 8A+ എന്ന് കേട്ടപ്പോഴാക്കാതെ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് കംപ്ലീറ്റ് കോൺഫിഡൻസും പോയി. ഉമ്മക്ക് എത്ര കഷ്ടപ്പെട്ട് ഒരു കൊല്ലം താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് കണ്ട് അത്രമേൽ വളർത്തിയെടുത്ത് 10ാം ക്ലാസ്സിൽ 24 മണിക്കൂറും കുട്ടിയുടെ വയ്യേക്ക് പോയി കുടുംബത്തിലെ എല്ലാ കല്യാണങ്ങൾ ഒഴിവാക്കി, റിസപ്ഷൻസ് ഒഴിവാക്കി, പലതരം ഫങ്ഷൻസുകൾ ഒഴിവാക്കി, പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രമേൽ ചിലവുകൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ച റിസൾട്ട് കിട്ടാത്തതിന് എൻ്റെ പൊന്നു പ്രിയപ്പെട്ട മാതാവേ, ആ കുട്ടി എന്ത് പിഴച്ചു? ആ കുട്ടി എന്ത് പിഴച്ചു എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കൺട്രോൾ, ആദ്യം ഉമ്മാക്കില്ലാത്ത കൺട്രോൾ മോക്ക് എങ്ങനെ ഉണ്ടാവുക? ഒരു ഉമ്മ കരയുന്നത് കണ്ടാൽ, ഒരു മാതാവ് കരയുന്നത് കണ്ടാൽ കരയാത്ത ഏത് പെൺകുട്ടിയാ ഈ ലോകത്തുള്ളതെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, കണ്ടാ മൃഗം, കണ്ടു കഴിഞ്ഞാൽ അതൊരു മൃഗാന്ന് മനസ്സിലാക്കുക. ലോകത്തൊരു മാതാവിൻ്റെ കണ്ണീര് ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ ആ പെറ്റ വയറിൻ്റെ ഉടമ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
എങ്ങനെ തന്നെ പോറ്റി വളർത്തിയ ഉമ്മാന്റെ കണ്ണീര് കണ്ടിട്ട് എങ്ങനെ ആ പെൺകുട്ടി കരയാതിരിക്കും? ഉമ്മ തളർന്നാൽ താഴെ കിടക്കൂലേ മോളും? ഇതൊന്നും ഉമ്മമാര് ചിന്തിക്കുന്നില്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവിനോട് ആണുങ്ങൾക്ക് നല്ല കോൺഫിഡൻസ്, ധൈര്യമുണ്ട്. കാര്യം അവർക്കങ്ങനെ, അത് ഇക്വാലിറ്റിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ. ആൺകുട്ടികളുടെ എല്ലിന് ബലക്ഷയക്കുറവൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടികൾക്ക് അത്രമേൽ ശരീരത്തിൽ മാത്രമല്ല അവരുടെ എല്ലുകൾക്ക് വരെ മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ കുട്ടി ആവുന്നതും ശ്രമിച്ചിട്ട് കിട്ടിയ റിസൾട്ടാണ്. പഠിച്ചവൻ അതേ വിചാരിച്ചിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഈ 8A+ കിട്ടിയത് കൊണ്ട് എവിടെയാ, ഏത് വാതിലാ ഒന്ന് അടഞ്ഞതെന്ന് പറയാൻ പറ്റുമോ? സയൻസിൻ്റെ വാതിൽ അടഞ്ഞോ? നാട്ടുകാരുടെ മുമ്പിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിപ്പോയോ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വെച്ചിട്ട്? പൊട്ടന്മാരാ, ലോകമാന്യ പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരാ. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, 99% ആൾക്കാരെ മാത്രമേ ഞാൻ പറയുള്ളൂ. 1% നല്ല ആൾക്കാരാ. എന്ത് SSLC റിസൾട്ട് വരുമ്പോഴേക്ക് ഫ്ലക്സുകൾ പൊങ്ങുന്നു. പാർട്ടിക്കാരുടെയും റെസിഡൻസ് അസോസിയേഷൻസുകളുടെയും മതവിഭാഗങ്ങളുടെയും. എന്തിന്? ഇതുവരെ ആ ഒരു ഭാഗത്ത് കാണാത്ത ഏതോ ഒരു സംഘടനകൾ വരെ ഉണരുന്ന സമയമാണ്. എന്തിനാ അത് ചെയ്യുന്നതെന്നറിയോ? കുട്ടികളെ മുന്നിലിരുത്തിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അവരുടെ ഒരു പ്രൊമോഷനാണ് അവിടെ നടക്കുന്നത്. ഈ കുട്ടി ചെന്നിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ ആ കുട്ടിയുടെ ആ ഒരു പോസ്റ്റർ സ്റ്റാറ്റസ് ഇടുമ്പോൾ അതാരാ പരിപാടി നടത്തിയത് എന്ന് ചില ആൾക്കാരെങ്കിലും നോക്കും. അത്രേ ഉള്ളൂ SSLC റിസൾട്ട്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരന് 10ാം ക്ലാസ്സിൽ FullA+ കിട്ടാത്ത ട്രോഫികൾ അവൻ്റെ ഷോക്കേസിലില്ല. +2 97% മാർക്കുണ്ട്. 1-2 സംഘടനകൾ വന്നൊരു ട്രോഫിയും കൊടുത്ത് അങ്ങോട്ട് പോയി. അതും വീട്ടിൽ. അന്ന് എവിടെയാണെന്നറിയോ? ക്ഷണിച്ചതാ. അന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, നാട്ടിലെ റെസിഡൻസിൻ്റെ ഒരു വിഭാഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേജ് കെട്ടിയ ഒരു ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നിട്ട് 97% +2 കിട്ടിയിട്ട് 1-2 ആൾക്കാരെ വന്നൊരു ഫോട്ടോ എടുത്ത് അങ്ങ് പോയി. എന്ത് അത്ര വിവരേ നാട്ടുകാർക്കുള്ളൂ, അത്ര വിവരേ അയൽവാസികൾക്കുള്ളൂ. കാര്യം 10ാം ക്ലാസ്സിൻ്റെ 3 ഇരട്ടി പഠിച്ചിട്ട് ആ ചെക്കൻ 97% വാങ്ങിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, ഒന്നും ഇവിടെ തീർന്നെന്ന് വിചാരിക്കല്ലേ. തുടങ്ങുകയാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കം. അത് SSLC ആണ്. മക്കളെ പഠിപ്പിക്കണം. എന്തെന്നറിയോ? തിരിച്ചറിവ്. 10 പുസ്തകങ്ങൾ മുന്നിൽ വെച്ചിട്ട് തിന്നടാ എന്ന് ഒരു കൊല്ലം ഇങ്ങനെ പറഞ്ഞിട്ട് ആവുന്നിടത്തോളം ചവച്ചരച്ചിട്ട്, ആവുന്നിടത്തോളം എക്സാമുകളും കാര്യങ്ങളും എഴുതി ചവച്ചരച്ച് വെച്ച ആ അറിവ് ചെന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെയും 2.5 മണിക്കൂറിൻ്റെയും പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ 1.5 മണിക്കൂറിൻ്റെയും 2.5 മണിക്കൂറിൻ്റെയും പേപ്പറുകളിൽ എഴുതി വെച്ചിട്ട് വിലയിരുത്തുകയാണ് ഈ കുട്ടികളെ. നേരെ മറിച്ചിട്ട് ഒരല്പമെങ്കിലും ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മോൻ അല്ലെങ്കിൽ മോക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടോ? എന്താ തിരിച്ചറിവ്? പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒക്കെ. നല്ല കൂട്ടുബന്ധം അവന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉമ്മയും ഉപ്പയും ജീവിക്കുന്നത് പോലെ അല്ലെ ജീവിച്ചതുപോലെ, അതല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ, ഒരു പത്രത്തിൽ ഒരു ഫോട്ടോ വരാത്ത രീതിയിൽ എൻ്റെ പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്നുണ്ടോ? അവിടേക്കാ വിജയം. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് നിങ്ങൾ കൊടുക്കുമ്പോഴേ വിദ്യാഭ്യാസം പൂർണ്ണമാകുള്ളൂ. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അറിവും തിരിച്ചറിവും നേടുമ്പോഴേ, ഈ 2 അറിവും നേടുമ്പോഴേ ഒരു വിദ്യാർത്ഥി പൂർണ്ണ വിദ്യാഭ്യാസം ലഭിക്കുകയുള്ളൂ. ആ സത്യം ഇപ്പോഴും മനസ്സിലാക്കാത്തത് നിങ്ങളാണ് രക്ഷിതാക്കളെ, നിങ്ങളാണ്. അനുഭവങ്ങൾ കൊണ്ട് ഞാനൊരു കാര്യം പറയാം. 10ാം ക്ലാസ് വെറും ഒരു പുക മാത്രം. ആ പുക അങ്ങ് പോയി മറയും. ഇത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റിലേക്ക് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ടൊരു ഉപകാരം എന്താണെന്നറിയോ? എന്താ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഉപകാരം എന്താ? നമ്മുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം,
ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനും യൂസ് ചെയ്യാം. ഇതിനൊക്കെ ഉപകാരമുള്ളൂ. SSLC സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നേരെ ചെന്നിനായിട്ട് യൂസഫലിൻ്റെ അടുത്ത് പോയി പറയാ, സാർ എനിക്കൊരു ജോലി വേണം, SSLCയിൽ എനിക്ക് ഫുൾ A+ ഉണ്ട്. ആ സാറ് ലുലുമാളിൻ്റെ MD ആക്കൂലല്ലോ. അകോ ഇല്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, SSLC തുടക്കമാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ത്വര. എന്താണ് വലിയ SSLC? ആൾക്കാർക്ക് ഒരു തുടക്കമാണത്. വിദ്യാർത്ഥികൾക്കൊരു തുടക്കമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന പരീക്ഷയാണ് SSLC. +1 ബോർഡ് എക്സാം പരീക്ഷയാണ്. രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ്. +2 രജിസ്റ്റർ നമ്പറാണ്, ഡിഗ്രി രജിസ്റ്റർ നമ്പറാണ്. 9ാം ക്ലാസ് വരെ ആ കുട്ടി പരീക്ഷാ പേപ്പർ എഴുതൽ ഇപ്പോൾ ഫാത്തിമ ഫിദ കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 9th C ഇങ്ങനെ എഴുതൽ. 10ലേക്ക് എത്തിക്കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ ഇത്രയേ ഉള്ളൂ. സ്കൂളിൻ്റെ പേരൊന്നും എഴുതൂല. രജിസ്റ്റർ നമ്പർ, എക്സാമിൻ്റെ പേര് അത്രയേ ഉള്ളൂ. ഡേറ്റും എഴുതും, എക്സാമിൻ്റെ ഡേറ്റും. പിന്നെ എത്ര ഷീറ്റുകൾ, അഡീഷണൽ ഷീറ്റ് എത്ര സീറ്റ് ഉണ്ട്. പിന്നെ ഒരു കള്ളി ഉണ്ടാവും, ആ കള്ളിയിൽ ടീച്ചേഴ്സ് മാർക്കിടും. അതാണ് A+ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രേഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, നിങ്ങളാണ് അവരുടെ ഊർജം. ഞാൻ എന്താ പിതാവിനെ പറയാത്തത്? കാര്യം പിതാവിന് പിടിച്ചു വെക്കാൻ പറ്റും. പിതാവിന് കറക്റ്റ് കാര്യം മനസ്സിലാവും. മാതാവിൻ്റെ പ്രശ്നം, മാതാവ് ഒരു പെണ്ണാണ്, മാതാവ് ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീകൾക്ക് ചിലതൊക്കെ ഉള്ളിൽ അങ്ങോട്ട് കടിച്ചമർത്തി വെച്ചാലും കണ്ണ് സത്യം പറയും, കണ്ണിന്ന് വെള്ളം വരും. ആണുങ്ങൾ കരയുമ്പോൾ ചിലപ്പോൾ സീരിയസ്ലി പറയാലോ, കണ്ണിന്ന് വെള്ളം വരിക മാത്രമല്ല, ചെറിയ ശബ്ദം അറിയാതെ വന്നു പോയേക്കാം. പക്ഷേ ഉമ്മമാർ അത്രമേൽ കരയുമ്പോൾ, മക്കളുടെ മുമ്പിൽ വെച്ച് കരയുമ്പോൾ ആ എക്സ്പ്രഷൻ ഫേസിൽ വന്നു പോകും. കണ്ണുകൾ ചുവന്നുകൊണ്ട് തുടുത്തു പോകും. അതുകൊണ്ട് രക്ഷിതാവേ, 10ാം ക്ലാസ് ഒന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്തമല്ല. യൂട്യൂബിലെ കുറച്ച് ആഡുകളും ആപ്പിൻ്റെ കുറച്ച് ഉടായ്പും കണ്ടിനായിട്ട് നിങ്ങൾ പെട്ടുപോവില്ലേ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.